എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് വേറിട്ട ചിന്തയിൽ പുതിയൊരു പഠന വിഷയമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്ന 144,000 പേര് അവർ ആരാണ് എന്നുള്ളൊരു പഠനമാണ് ഇന്ന് വേദപുസ്തകത്തിലൂടെ ഒരു നിരൂപണം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ പല പഠനങ്ങളുമുണ്ട്. നമ്മളിതിനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ അന്വേഷിച്ച് അവയെ കോർത്തിണക്കി അവതരിപ്പിക്കുമ്പോൾ ഇന്നത്തെ പല പഠനങ്ങളും അത് ശരിയല്ല എന്ന് ശ്രോതാക്കൾക്ക് സ്വതവേ മനസ്സിലാകത്തക്ക നിലയിൽ അത്രയ്ക്കും വ്യക്തമായും ലളിതമായും വചന തെളിവുകളോടുകൂടിയാണ് ഈ വേദപഠനം പോകുന്നത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും 144,000 ആളുകൾ 1,44,000 ആളുകളെ കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടും രണ്ട് ഗണങ്ങളാണെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അതായത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്ന 144,000 ആളുകളല്ല 14-ാം അധ്യായത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ സത്യത്തിൽ അതങ്ങനെയല്ല. 7-ാം അധ്യായത്തിൽ പറയുമ്പോൾ അവർ ഏത് ഗോത്രത്തിൽ നിന്ന് വന്നവരാണെന്ന് അവിടെ പറയുന്നു. അതായത് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോ ഗോത്രങ്ങളിൽ നിന്നും 12,000 വീതം, അങ്ങനെ 12 × 12 = 144,000 ആളുകൾ എന്ന് അവിടെ പറയുന്നു. അപ്പോൾ അവിടെ ഈ മുദ്രയിടുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ 14-ാം അധ്യായത്തിൽ വരുമ്പോൾ ആ മുദ്ര എന്താണ് എന്ന് പറയുന്നു. ആ മുദ്ര ഇടുന്നത് എവിടെയാണെന്നും പറയുന്നത്. അതായത് അവരുടെ നെറ്റിമേലാണ് ആ മുദ്ര പതിക്കുന്നതെന്നും ആ മുദ്ര കുഞ്ഞാടിൻ്റെ നാമവും പിതാവിൻ്റെ നാമവുമാണ് എന്ന് അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയട്ടെ, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ഈ 144,000 ആളുകൾ ഏത് ഗോത്രങ്ങളിൽ നിന്ന് വരുന്നുവെന്ന് പറയുമ്പോൾ 14-ാം അധ്യായത്തിൽ അവർക്ക് എവിടെയാണ് മുദ്ര ഏൽക്കുന്നതെന്നും എന്താണ് മുദ്രയെന്നും പറയുന്നു. ഈ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഈ 2 അധ്യായങ്ങളിൽ തമ്മിൽ ഉള്ളൂ. അതുകൊണ്ട് ഈ 2 അധ്യായങ്ങളിൽ പറയുന്ന ഈ 144,000 എന്ന് പറയുന്നത് 2 ഗണങ്ങളല്ല, ഒരു ഗണം തന്നെയെന്ന് വളരെ വ്യക്തമാണ്. അല്ല, ഇത് രണ്ടാണ് എന്ന് പഠിപ്പിക്കുവാൻ ഒരു കാരണം ന്യായമായി നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ഇവർ ദൈവത്തിൻ്റെ ദാസന്മാർ ആണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ പുല്ലിംഗമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ കന്യകമാരാണ് എന്ന് പറയുന്നത്, അതായത് സ്ത്രീലിംഗമായി അവതരിപ്പിക്കുന്നു. ഈ ഒരു വ്യത്യാസമാണ് ഇവിടെ പദപ്രയോഗത്തിൽ നമുക്ക് പെട്ടെന്ന് ഇത് രണ്ടാണ് എന്ന് പറയുവാനുള്ള ഒരു തെളിവായി ലഭിക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഈ 2 വിധത്തിലും അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇസ്രായേലിനെ സ്ത്രീലിംഗമായും പുല്ലിംഗമായും അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും ഇവിടെ ഈ 2 പദപ്രയോഗങ്ങളുടെ വ്യത്യാസം കൊണ്ട് 2 ഗണമാണ് എന്ന് തെളിയിക്കാൻ അത് പര്യാപ്തമായൊരു വാദമല്ല എന്നുള്ളത് വളരെ വ്യക്തം. 14-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടി മലിനപ്പെടാത്തവർ എന്നവിടെ പറയുന്നു. ഈ ഒരു പ്രഖ്യാപനം നമ്മൾ അല്പം കൂടി ആഴങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കേണ്ടത് ഒരാവശ്യമുണ്ട്. അതായത് കന്യകമാർ മലിനപ്പെടുന്ന വിധത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും പുരുഷന്മാരോടുകൂടി മലിനപ്പെടാത്തവർ എന്ന് പറയേണ്ടതിന് പകരം സ്ത്രീകളോടുകൂടി മലിനപ്പെടാത്തവർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മലിനത എന്താണെന്ന് നമ്മൾ ആഴമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ പറയപ്പെടുന്ന അധാർമികമായ ഒരു കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്ത്രീകളോടുകൂടി എന്നല്ല പറയേണ്ടത്, അവിടെ പറയേണ്ടത് പുരുഷന്മാരോടുകൂടി മലിനപ്പെടാത്തവർ എന്നായിരുന്നു. അപ്പോൾ ലേഖനകർത്താവിനോ പരിശുദ്ധാത്മാവിനോ തെറ്റുപറ്റിയതല്ല. പിന്നെ നമ്മുടെയൊക്കെ
ചില വ്യാഖ്യാനങ്ങളിൽ നമ്മൾ സ്വീകരിച്ച ചില ചിന്തകൾക്കാണ് തെറ്റുപറ്റിയതെന്ന് തുടർന്നുള്ള ചിന്തയിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യഭിചാരമെന്നും പരസംഗമെന്നും പറഞ്ഞിരിക്കുന്ന രണ്ട് പദപ്രയോഗങ്ങൾ, അവ തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ഭാര്യയായിരിക്കെ ആ വ്യക്തിയോട് അവിശ്വസ്തത കാണിച്ച് മറ്റൊരു പുരുഷനുമായി ഉള്ള ബന്ധത്തെയാണ് പരസംഗം എന്ന് പറയുന്നത്. വിധേയപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയോട് അവിശ്വസ്തത കാണിക്കുന്ന പ്രവൃത്തിയെ പരസംഗമെന്ന് പറയുമ്പോൾ അതിന് തെളിവായി നമുക്ക് 2 ദിനവൃത്താന്തങ്ങൾ പുസ്തകത്തിൻ്റെ 21 അധ്യായം അതിലെ 11 വാക്യം വായിക്കാം. അവൻ യഹൂദ പർവ്വതങ്ങളിൽ പൂജാഗിരികളെ ഉണ്ടാക്കി യെരുശലേം നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി. ഇവിടെ പരസംഗം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇസ്രായേൽ ജനം തങ്ങളുടെ ദൈവമായ യഹോവയെ വിട്ട് അന്യദേവനെ പൂജിക്കുവാൻ പോയ അവർ നടത്തിയ അന്യ ആരാധനയെയാണ് പരസംഗം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഹോവയെ വിട്ട് എന്ന് പറഞ്ഞാൽ യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 54:5 പറയുന്ന, നിന്റെ സൃഷ്ടാവാകുന്ന നിന്റെ ഭർത്താവ് ഇസ്രായേലിനെ നോക്കി പറയുകയാണ്, നിന്റെ ഭർത്താവായ യഹോവയെ നീ വിട്ട് അന്യദേവങ്ങളെ പൂജിക്കുവാൻ ആരാധിക്കുവാൻ പോയ പ്രവണതയെയാണ് ഇവിടെ പരസംഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാക്യത്തിൽ വായിച്ചല്ലോ, അവർ മലകളിൽ പൂജാഗിരികളിൽ പൂജയ്ക്കുള്ള വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവർ പൂജിക്കുന്നു. അപ്പോൾ സത്യദൈവത്തെ വിട്ട് മറ്റ് എന്തിനെയെങ്കിലും ആരാധിച്ചാൽ അത് യഹോവയുടെ മുന്നിൽ പരസംഗമാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 17 അധ്യായത്തിൽ വരുമ്പോൾ റോമ നഗരത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത്, അത് മ്ലേച്ഛതയുടെ മാതാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2, ആ പട്ടണത്തിൻ്റെ നാശത്തെക്കുറിച്ച്, അതായത് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ അഗ്നി ഇറങ്ങി ആ പട്ടണത്തെ കത്തിച്ച് നശിപ്പിച്ച് കളയുന്നതായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, ആരാധിക്കേണ്ടതായ സത്യദൈവത്തിന് പകരം മറ്റ് പുണ്യവാളന്മാരെയും വിശുദ്ധന്മാരെയും യേശുവിനെ പ്രസവിച്ച സ്ത്രീ എന്ന നിലയിൽ മാത്രമല്ലാതെ യേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ദൈവിക സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് അവയെ ആരാധിക്കുകയോ നമസ്കരിക്കുകയോ പ്രണമിക്കുകയോ ചെയ്യുമ്പോൾ സത്യദൈവത്തെ വിട്ടുള്ള പരസംഗമാണെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായും ശക്തമായും നമ്മളെ പഠിപ്പിക്കുന്നു. ആ പ്രവൃത്തി അധികമായി നിലകൊള്ളുന്നത് അവിടെ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള പരസംഗ പ്രവൃത്തിയുടെ മാതൃസ്ഥാനം പരിശുദ്ധാത്മാവ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് റോമ പട്ടണത്തിലാണ്. ഏതെങ്കിലും RC വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളോ സഹോദരിമാരോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് കോപിക്കേണ്ട, എന്നോട് പിണങ്ങുകയും വേണ്ട. ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിലെ സത്യവചനമാണ് പറയുന്നത്. ആർക്കെങ്കിലും ഇതിനോട് വിരോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിരോധം ഏത് നിലയിലും എന്നോട് തീർക്കാം. അല്ല, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ സ്നേഹ സംഭാഷണത്തിന് എന്നെ വിളിക്കുകയും ചെയ്യാം. സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. മ്ലേച്ഛതയുടെ മാതാവെന്നാണ് റോമ പട്ടണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം മറ്റാർക്കൊക്കെയോ കൊടുത്തുകൊണ്ട് അവർ ആരാധീയ സ്ത്രീ ആക്കി വച്ചിരിക്കുന്നത് അവരാണ്. അതുകൊണ്ട് തന്നെ മ്ലേച്ഛതയുടെ മാതാവെന്ന പദവി ദൈവം കൊടുത്തിട്ട് അവർക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഒടുവിലെത്തിയ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 17-18 അധ്യായങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് എൻ്റെ ഒരു ശ്രോതാവിനെ വിളിച്ചിട്ട് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, ബ്രദറെ, ഈ യേശുക്രിസ്തു സ്ഥാപിച്ച സഭ റോമ കത്തോലിക്ക സഭയാണോ? അതെന്താ അങ്ങനെ പറഞ്ഞ? എന്നോടൊരു അങ്ങനൊരു വ്യക്തി പറഞ്ഞോ? ഞാൻ മറുപടിയായി പറഞ്ഞിങ്ങനെ ഒറ്റ വാക്ക്, കർത്താവ് അങ്ങനൊരു സഭ തുടങ്ങിയെങ്കിൽ അത് കത്തിച്ചു കളയാനാണോ?
വെളിപ്പാട് പുസ്തകം 17-18 അധ്യായം വായിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. വായിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, പിന്നെ വിളിക്കേണ്ടതായി വന്നില്ല. അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ ഈ 144,000 ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയണം, അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടി മലിനപ്പെടാത്തവർ. അപ്പോൾ ഇവിടെ സ്ത്രീകളോടുകൂടി എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിട്ട് അന്യദേവങ്ങളെയോ മറ്റുള്ള ആളുകളെയോ ദൈവത്വം കൽപ്പിച്ചുകൊണ്ട് അവരെ ആരാധിക്കുകയോ പ്രണമിക്കുകയോ വണങ്ങുകയോ ചെയ്യുന്ന ആളുകളെ അവരുടെ മതവിശ്വാസത്തോട് യോജിക്കാതെ, അവരുമായി കൈകോർക്കാതെ, അവരുമായി ബന്ധം പുലർത്താതെ നിൽക്കുന്ന, വിശ്വസ്തയോടുകൂടി നിൽക്കുന്ന ഗണമെന്നുള്ളൊരർത്ഥം അതിനകത്ത് പ്രധാനമായി വരുന്നു. 2, മറ്റുള്ള, അതായത് ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൽ പോലെ മറ്റു മലകളിൽ പൂജാവസ്തുക്കൾ സൃഷ്ടിച്ച്, അതായത് പൂജാഗിരികളെ ഉണ്ടാക്കി അവിടെ വിഗ്രഹങ്ങളെ സ്ഥാപിച്ച് ദൈവത്തിന് കൊടുക്കേണ്ടതായ ആരാധന അവയ്ക്ക് കൊടുക്കുന്ന അത്തരത്തിലുള്ള പ്രവൃത്തികളിൽ പങ്കുചേരാതെ വിശുദ്ധിയിൽ നിലനിന്ന ഒരു കൂട്ടർ, അതാണ് സ്ത്രീകളോടുകൂടി മലിനപ്പെടാത്തവർ. അതായത് ഇത്തരത്തിലുള്ളതായ അന്യ ആരാധനകൾ കൈക്കൊണ്ടവരെ വിശുദ്ധ വേദപുസ്തകം സ്ത്രീ പദവിയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് സത്യദൈവത്തെ ആരാധിക്കുന്ന ഇസ്രായേൽ ജനത്തെയും സ്ത്രീ എന്ന പദവിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ തെളിവുകളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, 1, ഈ സ്ത്രീകളോടുകൂടി മലിനപ്പെടാത്തവർ എന്ന് ഉദ്ദേശിച്ചത് അവിവാഹിതരായ ഇന്നത്തെ ഈ കാണുന്ന സുവിശേഷ വേലക്കാർ അല്ല. കാരണം അക്ഷരാർത്ഥത്തിൽ അത്തരത്തിലുള്ള വ്യാഖ്യാനമാണ് കൊടുക്കുന്നതെങ്കിൽ അവർ കന്യകമാർ എന്നുള്ള പദപ്രയോഗവും അക്ഷരാർത്ഥത്തിൽ എടുക്കണം. അങ്ങനെയെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള, അതായത് സുവിശേഷ വേലക്കാരാണ് ഈ 144,000 ആളുകൾ എന്ന് വാദിക്കുന്ന ആളുകൾ, ആ വിഭാഗത്തോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീവർഗങ്ങളായ സുവിശേഷ വേലക്കാരുണ്ടല്ലോ, അവർ കന്യകമാരെന്ന് പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാം. പക്ഷേ പുരുഷന്മാരായ നിങ്ങളും കന്യകമാരെന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മളത് അംഗീകരിക്കണമോ? അല്ല എങ്കിൽ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനമല്ല അവിടെ കൊടുക്കേണ്ടത്. അവിടെ കൊടുക്കേണ്ടത് ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ സത്യദൈവത്തെ വിട്ട്, അവർ ആരാധിക്കേണ്ടുന്ന ദൈവത്തെ വിട്ട് ആ ദൈവത്തിൻ്റെ പദവിയിലേക്ക് മറ്റാരെയും ആക്കി തീർക്കാതെ, മറ്റുള്ളവർക്ക് ആരാധന കൊടുക്കാതെ, മറ്റുള്ളവർക്ക് വണക്കമോ നമസ്കാരമോ പ്രണാമമോ അർപ്പിക്കാതെ ദൈവത്തെ മാത്രം സേവിച്ച് വിശ്വസ്തയോടുകൂടി നിന്ന ഒരു കൂട്ടം എന്ന് പറയുന്നതാണ് നല്ലത്. തന്നെയല്ല, ഇനി അവരാണ് ഈ 144,000 ആളുകൾ എന്ന് പറഞ്ഞാൽ ചോദിക്കട്ടെ, നിങ്ങളുടെ സഭ ആരംഭിച്ചതിന് ശേഷം ഇന്നേ വരെ 1,44,000 സുവിശേഷ വേലക്കാരാണോ നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്? ആരംഭകാലം മുതൽ ലോകമെമ്പാടുമായി സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ച് അവിവാഹിതരായി ദൈവവേല ചെയ്ത് ഇതുവരെ മരിച്ചു പോയവർ 144,000 ആളുകളാണോ ഉള്ളത്? അല്ല. തികഞ്ഞിട്ടില്ല എങ്കിൽ 144,000 തികയുമ്പോൾ കർത്താവ് വരണ്ടേ? ഇനി കർത്താവ് വരുന്ന സമയത്ത് 144,000 തികഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യും? അല്ല, കർത്താവ് ഇനിയും വരാൻ വൈകും എങ്കിൽ നിങ്ങളുടെ സുവിശേഷ വേലക്കാർ 144,001 പോയാൽ ആ ഒരെണ്ണത്തിന് എന്ത് ചെയ്യും? ഇത്യാദി ചോദ്യത്തിനൊക്കെ മറുപടി പറയുവാൻ അല്പം വിഷമം വരും എന്നുള്ളത് കൊണ്ട് ആ വാദഗതി നമ്മൾ പയ്യെ താഴെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി സൂര്യനെ അണിഞ്ഞ് സ്ത്രീ പ്രസവിച്ച ആൺകുട്ടിയാണ് ഈ 144,000 പേരെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു പഠനം ഒരു സഹോദരി നടത്തി. ഈ സോഷ്യൽ മീഡിയയിൽ ഞാനത് കേൾക്കുകയുണ്ടായി. പലരും ആ സ്ത്രീയുടെ പഠിപ്പിക്കൽ ഭയങ്കര ആഴമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് ചിലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെ കൂടുതലായിട്ട് പറഞ്ഞ് ധരിപ്പിക്കാൻ പോയില്ല. കാരണം ഇതൊന്നും നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് നമ്മൾ വലിയ വിവാദമാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാം. സൂര്യനെ അണിഞ്ഞ സ്ത്രീ പ്രസവിച്ചത് ഒരു ആൺകുട്ടിയെയാണ്.
അവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, അത് മെയിൽ ആണ്. രണ്ട്, അത് ഒന്നാണ്, ഒരു ആൺകുട്ടി. എന്നാൽ 144,000 പേരെന്ന് പറയുന്നത് ഒരാളല്ലല്ലോ, 1,44,000 ആളുകളില്ലേ? അപ്പോൾ ഏകവചനവും ബഹുവചനവുമായി പോയില്ലേ? അപ്പോൾ അവിടെ തെറ്റി. രണ്ട്, ഇവിടെ ആൺകുട്ടി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവിടെ കന്യകമാരെന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ കന്യകമാരെന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 12-ാം അധ്യായത്തിൽ പറയുന്ന സൂര്യനെ അണിഞ്ഞ സ്ത്രീ പ്രസവിച്ച കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഉടനെ തന്നെ അവൻ്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. അവൻ്റെ, അവിടെയും പുല്ലിംഗം കൽപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ പറയുമ്പോൾ അവൾ എന്ന സ്ത്രീലിംഗത്തിലാണ് പറയുന്നത്. തന്നെയുമല്ല, അവൻ്റെ സിംഹാസനം, അവനൊരു സിംഹാസനമുണ്ട്. ഇവിടെ ആ സിംഹാസനം എന്ന് പറയുന്നത് ബഹുവചനമല്ല, സിംഹാസനങ്ങൾ അല്ല, സിംഹാസനം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറയുന്ന കന്യകമാർ അവരാണെങ്കിൽ, കന്യകമാർ എന്ന് പറയുന്ന ബഹുവചനം എത്ര പേരുണ്ട്? 1,44,000 ആളുകളുണ്ട്. ആ 1,44,000 ആളുകൾക്ക് സിംഹാസനങ്ങളാണോ വേണ്ടത്, സിംഹാസനമോ വേണ്ടത്? അവിടെയും ഒരു സിംഹാസനം എന്നാണ് പറഞ്ഞിരിക്കൊണ്ട് അത് അവരുടെ കാര്യമല്ല. മാത്രമല്ല, ഈ 1,44,000 പേർക്ക് സിംഹാസനം ഇട്ടുകൊടുത്ത് മാനിക്കുന്ന ഒരു പദവി വെളിപ്പാട് പുസ്തകത്തിൽ എങ്ങും കാണാത്തത് കൊണ്ട് സൂര്യനെ അണിഞ്ഞ സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി 144,000 പേര് അല്ലേ? അല്ല. അത്തരത്തിലുള്ള പഠിപ്പിക്കൽ വെറും മാനുഷികമാണ്, അത് അടിസ്ഥാനരഹിതമാണ്. ഇനി നമുക്ക് ഇവരാരാണ് എന്നുള്ള പഠനമാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. 7-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ഓരോ ഗോത്രങ്ങളിൽ നിന്നും 12,000 പേരെ വീതം മുദ്രയിടുന്നതായി വളരെ വ്യക്തമായി പറയുന്നു. ഇസ്രായേൽ എന്നുള്ള പേര് ആദ്യം ഒരു വ്യക്തിക്കിടുന്ന പേരാണ്. അത് യാക്കോബിന് കൊടുക്കുന്ന പേരാണ്. അതൊരു പുരുഷന് വേണ്ടി ഇടുന്ന പേരാണ് ഇസ്രായേൽ എന്ന്. പിന്നീട് അതൊരു വംശത്തെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അറിയപ്പെടുന്ന പേരായി മാറി. ആ പേര് പിന്നീട്, ഞാൻ ആദ്യം പറഞ്ഞ വാക്യം യെശയ്യാപ്രവചനം 54:4 വരുമ്പോൾ, യഹോവ, സൈന്യങ്ങളുടെ യഹോവയാകുന്ന നിന്റെ ഭർത്താവെന്ന് ഇസ്രായേലിനെ നോക്കി പറയുമ്പോൾ അവിടെ ഇസ്രായേലിന് ഒരു സ്ത്രീത്വം കൽപ്പിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഒരു പുരുഷനിട്ട പേര് പിന്നീട് ഒരു സമൂഹത്തിനായി മാറിയിട്ട് ആ സമൂഹത്തെ ഇവിടെ സ്ത്രീത്വം കൽപ്പിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പുരുഷന്മാരും അതിനകത്തുള്ള സ്ത്രീകളും യഹോവയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ അവിടെ സ്ത്രീ പുരുഷന്മാർ എന്നുള്ള വ്യത്യാസമില്ലാതെ അവിടെ സ്ത്രീത്വ പദവിയിൽ നിൽക്കുന്നത് പോലെ. ഉദാഹരണം മറ്റൊന്ന് വെച്ചാൽ, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഞാൻ നിങ്ങളെ വിവാഹനിത്യം ചെയ്തിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അതിനകത്ത് സ്ത്രീകൾ മാത്രമല്ല ഉള്ളത്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ സഭയോട് ചേർന്ന ദൈവവചനപ്രകാരം നിൽക്കുന്ന വിശുദ്ധ ഗണം, അത് സ്ത്രീ പുരുഷന്മാർ ഉൾപ്പെടുന്ന ആ സമൂഹത്തെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടിയെന്ന്. അപ്പോൾ അവിടെ സ്ത്രീ പുരുഷന്മാർ ഉൾപ്പെടുന്ന സമൂഹത്തെ സ്ത്രീലിംഗത്തിൽ അവതരിപ്പിക്കുന്നത് വരെ, അവർക്ക് സ്ത്രീത്വം കൽപ്പിച്ച് പറയുന്നത് പോലെ, ക്രിസ്തുവിൻ്റെ സഭ മണവാട്ടി എന്ന സ്ത്രീത്വത്തിൽ നിൽക്കുന്നത് പോലെ തന്നെ ഇസ്രായേൽ യഹോവയുടെ മുന്നിൽ സ്ത്രീത്വ നിലപാടിൽ നിൽക്കുന്നു. വളരെ വ്യക്തമായല്ലോ അത്. ഈ ഇസ്രായേലിനെ ദൈവം കന്യക എന്ന് വിളിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യം അതാണ്. ഇവിടെ സ്ത്രീ എന്നുള്ള പറയുന്നത് യെശയ്യാപ്രവചനം 54-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവിടെ ഭാര്യ എന്ന നിലയിൽ വിശേഷിപ്പിച്ച് പറയുമ്പോൾ കന്യക എന്നുള്ള പദവിയിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഭാഷാപ്രയോഗത്തിൽ ഇവ തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? നമുക്കൊരു വേദവാക്യം വായിക്കാം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അവിടെ വിളിച്ചിരിക്കുന്നത് ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക. എന്തോന്ന് വിളിച്ചിരിക്കുന്നത്? ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക. അപ്പോൾ അതൊക്കുന്നില്ലല്ലോ. അവിടെ പറയുന്നു യഹോവ ഭർത്താവ്, ഇസ്രായേൽ ഭാര്യ. അപ്പോൾ തന്നെ ഇവിടെ പറയുന്നു കന്യക. ഈ കന്യക എങ്ങനെ ഭാര്യയാകുന്നത്? ഭാര്യ എങ്ങനെയാണ് കന്യകയാകുന്നത്? ഭാഷാ പ്രയോഗത്തിൽ
അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾക്ക് പിടികിട്ടാതെ പോകുന്നൊരാശയമെന്ന് തോന്നിയാലും തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അതിൻ്റെ പഠനം അയക്കുമ്പോൾ നമുക്കതിൻ്റെ മറുപടി വളരെ വ്യക്തവും ശക്തവുമായ മറുപടി കിട്ടുന്നത് കൊണ്ട് നമ്മുടെ ആ ചിന്ത അവിടെ അസ്ഥാനത്തായി മാറുന്നു. ഞാൻ പറഞ്ഞു വരുന്ന ഈ വ്യാഖ്യാന പഠനത്തോട് പെട്ടെന്ന് എല്ലാവർക്കും യോജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഇതുവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പല ചിന്തകളുമുണ്ട്. എന്നാൽ തിരുവചനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും തെളിവുകളായി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ നിഷേധിച്ചു പോകുക എന്നുള്ളത് ഒരു സത്യ അന്വേഷകനോ സത്യവേദവചന പഠിതാവിനോ യോജിച്ചതല്ലായതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ വളരെ വിനയത്തോടു കൂടി ഞാൻ 45-ാം സങ്കീർത്തനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. 45-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. വിശേഷാൽ കല്യാണം നടക്കുന്ന വേദിയിൽ ഈ സങ്കീർത്തനം ഒഴിവാക്കപ്പെടുന്നില്ല. പക്ഷേ ഇതിൻ്റെ ആഴങ്ങളിൽ എത്രത്തോളം നമ്മൾ ഇറങ്ങിച്ചെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയിട്ടുണ്ടെന്നുള്ള ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നു, വളരെ ഇല്ല എന്ന്. കാരണം അങ്ങനൊരു പഠനം നടത്തിയിരുന്നുവെങ്കിൽ ഈ 144,000 പേര് ആരാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് പഠിക്കാൻ കഴിയും. ശരി, നമുക്കതിൻ്റെ ചില പഠനങ്ങളിലേക്ക് വരാം. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒരു രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ ഹൃദയം രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. ആ രാജാവിനെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ദൈവമേ നിൻ്റെ സിംഹാസനം എന്നേക്കുമുള്ളത്. ആരാണ് ഇവിടെ പറയുന്ന രാജാവ്? ഇപ്പോൾ ദൈവമെന്നാണ് അവിടെ പറയുന്നത്. ഞാൻ ഇതിൻ്റെയൊക്കെ പഠനം കഴിഞ്ഞ ദിവസം എൻ്റെ 2 എപ്പിസോഡുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആവർത്തിക്കുന്നില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പിതാവ് പുത്രനെ നോക്കി വിളിക്കുന്നതായി നമുക്കവിടെ വായിച്ചിട്ടുള്ളതാണ്. എൻ്റെ ശ്രോതാക്കൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ 6-ാം വാക്യത്തിൽ പറയുന്നു, ദൈവമേ നിൻ്റെ സിംഹാസനം എന്നേക്കുമുള്ളത്. എന്നിട്ട് 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അതുകൊണ്ട് നിൻ്റെ ദൈവം. ആരുടെ ദൈവം? ഈ ദൈവമേ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, നിൻ്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, ഒരു ദൈവത്തോട് പറയുക, നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ അഭിഷേകം ചെയ്യപ്പെട്ടവനെ അഭിഷിക്തൻ എന്ന് പറയാം. ആ അഭിഷിക്തനെയാണ് നമ്മൾ ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞു വരുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണെന്ന്. ഈ മുന്നമേ രാജാവേ എന്ന് വിളിച്ചിരിക്കുന്നതും ക്രിസ്തുവിനെ കുറിച്ചാണെന്ന്. ആ രാജാവിനെ കുറിച്ചൊക്കെ എൻ്റെ മുൻകാലങ്ങൾ പഠനത്തിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കുന്നില്ല. ആദ്യം രാജാവെന്നും പിന്നീട് ദൈവമെന്നും 3-ാമത് അഭിഷിക്തൻ എന്നും വിശേഷിപ്പിച്ച് പറയപ്പെടുന്ന ഈ വ്യക്തിയോട് പറയുകയാണ്, നിന്റെ സ്ത്രീ രത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട്. നിന്റെ സ്ത്രീ രത്നങ്ങൾ. ആരാണ് സ്ത്രീരത്നം? ഇസ്രായേൽ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ മറ്റ് അധ്യായങ്ങളിലേക്ക് പോകേണ്ടി വരും. 12-ാം അധ്യായത്തിലേക്ക് പോയാൽ സ്ത്രീ ആരാണെന്ന് വളരെ വ്യക്തമായി പഠിക്കാൻ കഴിയും. ഞാൻ എൻ്റെ അടുത്തൊരു പഠനം ഞാൻ 12-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ ഇടുന്നത് കൊണ്ട് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ നിൻ്റെ സ്ത്രീ രത്നങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. എന്നിട്ട് പിന്നെ പറയാണ്, നിൻ്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. നിൻ്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ ഈ രാജകുമാരി വിവാഹം കഴിഞ്ഞുള്ള കാര്യം അതിലെ ഭാവനയിൽ കണ്ടിട്ട് പറയാണ്, ഇപ്പോൾ അവർ ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ആരായി? രാജ്ഞിയായി. സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ എന്ന് അറിയപ്പെട്ട ഗണം ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയോട് ചേർന്ന് അവർ രാജകുമാരികളായി മാറി. അവരുടെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന വിവാഹം കഴിയുമ്പോൾ അവർ ആരായി മാറുന്നു? രാജ്ഞിയായി മാറുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഈ സ്ത്രീരത്നങ്ങൾ എല്ലാം അതിനകത്ത് ഉൾപ്പെടുമെന്ന് അർത്ഥമില്ല. ഇസ്രായേൽ ജനം മുഴുവനും രാജകുമാരികളായി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലും ആരുണ്ട്? രാജകുമാരികളും ഉണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്,
നിങ്ങളെ ക്രിസ്തുവിൻ്റെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു പറയുമ്പോൾ ആ കൂട്ടത്തിൽ യേശുവിനെ ക്രിസ്തുവായി അംഗീകരിച്ച് പുതിയ നിയമസഭ വിശ്വാസികളായി മാറിയ ഇസ്രായേൽ ജനബോധനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അവരെ നോക്കിയിട്ടാണ് പറഞ്ഞത്. ഒരു കുടുംബത്തിൽ 2 പേര് ക്രിസ്തുവിനെ സ്വീകരിച്ച് അവർ സ്നാനമേറ്റ് വചനപ്രകാരം ക്രിസ്തുവിൻ്റെ സഭയോട് ചേർന്നാൽ ആ 2 പേര് ഈ പറയപ്പെടുന്ന ഈ രാജ്ഞിയുടെ കൂട്ടത്തിലേക്ക് വന്നു. പക്ഷെ അവരുടെ കുടുംബത്തിൽ ശേഷിക്കുന്നവർ വന്നിട്ടില്ല. അവർ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല. അവർ സ്ത്രീകൾ എന്നുള്ള പദവിയിൽ നിൽക്കുമ്പോൾ ഈ സ്വീകരിച്ചു വന്നവർ രാജ്ഞി എന്ന പദവിയിൽ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ കൂട്ടത്തിൽ, അതായത് ഇസ്രായേലിൻ്റെ കൂട്ടത്തിൽ 2 കൂട്ടരെ കാണുന്നു. ഒന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചു വന്നവരും, മറ്റ് ക്രിസ്തുവിനെ നിഷേധിച്ച് നിൽക്കുന്നവരും. യേശുവിനെ സ്വീകരിച്ചു വന്നവർ അവൻ്റെ മണവാട്ടി സഭയിലെ അംഗമായി, അവർ രാജകുമാരികളായി മാറി. ഇനി അവർ ആരായി മാറും? ക്രിസ്തുവിൻ്റെ മണവാട്ടി ലിസ്റ്റിൽ വന്നതുകൊണ്ട് വിവാഹം കഴിയുമ്പോൾ അവർ രാജ്ഞിയായി മാറും. ആ പദവിയെ പരിശുദ്ധാത്മാവ് കണ്ടിട്ട് ഇവിടെ മുന്നമേ വിളിച്ചു പറയുകയാണ്. ഇത് നടന്നിട്ടില്ല. പദവിയിലേക്ക്, രാജ്ഞി പദവിയിലേക്ക് വന്നിട്ടില്ല. രാജകുമാരി പദവിയിൽ വന്നിട്ടുള്ളൂ. വിവാഹം കഴിയുമ്പോൾ രാജകുമാരൻ്റെ പത്നിയായി മാറുമ്പോൾ രാജകുമാരി പദവിയിലേക്ക് വരും. എന്നിട്ട് അതിൻ്റെ അടുത്ത 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവളെ ചിത്രത്തയ്യിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. ആരെ? ഈ സ്ത്രീരത്നങ്ങളെയല്ല, സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളായി മാറിയവർ വിവാഹം കഴിയുമ്പോൾ രാജ്ഞിയായി മാറിയിട്ട് അവർക്ക് ചിത്രത്തയ്യിലുള്ള വസ്ത്രം ധരിപ്പിച്ച് അവരെ രാജസന്നിധിയിൽ കൊണ്ടുവരും. എന്നിട്ട് അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. 3-ാമത്തെ ഗണം ഇസ്രായേൽ എന്ന സ്ത്രീ രത്നങ്ങളുടെ ഇടയിൽ നിന്നുള്ള 2-ാമത്തെ കൂട്ടർ. 1-ാമത്തെ കൂട്ടർ ക്രിസ്തുവിനെ സ്വീകരിച്ച പുതിയ നിയമസഭയുടെ അംഗമായി പൗലോസ് വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ, അതായത് ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ആ ഗണത്തിൽ ഉൾപ്പെട്ട ഒരു കൂട്ടർ. എന്നിട്ടിവിടെ പറയുന്നു, തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. എവിടെ നിന്ന്? അവർ യേശുവിനെ ക്രിസ്തുവായി അംഗീകരിച്ച് പുതിയ നിയമ പ്രമാണപ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് ആത്മാവിനും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടർ ആണ് എങ്കിൽ അവർ മണവാട്ടിയുടെ ഗണത്തിൽ വരണം. അവർ മണവാട്ടിയുടെ ഗണത്തിൽ വന്നിട്ടില്ല. ഇങ്ങനെ വന്ന ഏവരെയും മണവാട്ടിയുടെ ഗണത്തിൽ നിൽക്കുമ്പോൾ യേശുവിനെ ക്രിസ്തുവായി അംഗീകരിക്കാത്തവർ ആ സ്ത്രീരത്നത്തിൻ്റെ പദവിയിൽ തന്നെ നിൽക്കുമ്പോൾ ഈ 3-ാമത് ഉരുത്തിരിഞ്ഞു വരുന്ന കൂട്ടർ ആരാണെന്ന് നമ്മൾ പഠിക്കണം. ഒരു കാര്യം വ്യക്തമായി, അവർ യേശുവിനെ നിഷേധിച്ച് നിൽക്കുന്ന കൂട്ടരല്ല, യേശുവിനെ ക്രിസ്തുവായി അംഗീകരിച്ച് വന്ന കൂട്ടരുമല്ല. ഞാൻ പ്രസൻറ്റ് ടൈം വെച്ചാണ് ഞാൻ പറയുന്നത്. ഇവരാരാണെന്ന് പറഞ്ഞാൽ, ഇസ്രായേലിനോട് ദൈവം ഇടപെടുന്ന ഒരു കാലമുണ്ട്. അതിനാണ് മഹോദ്രവകാലം എന്ന് പറയുന്നത്. അന്നാണ് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ സുവിശേഷമൊക്കെ പറഞ്ഞ് നടക്കുന്ന 1-2 ടീമുകളുണ്ട്. ഈ രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അത് അവർക്കറിയത്തില്ല. അതവർക്കറിയത്തില്ല. പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നത്, എൻ്റെ സുവിശേഷം പറയുന്നത് എന്താണെന്ന്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, അതായത് രക്ഷയ്ക്ക് വേണ്ടി അവൻ ജനിച്ചു, രക്ഷയ്ക്ക് വേണ്ടി അവൻ മരിച്ചു, ആ നമ്മളെ വീണ്ടെടുത്തു എന്നുള്ള ആ ഒരു സുവിശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തു, അവൻ വീണ്ടും മടങ്ങി വരും. എന്നാൽ രാജ്യത്തിൻ്റെ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നവർക്ക് പറയാൻ അറിയത്തില്ല. അങ്ങനത്തെ സന്ദേശം അവരുടെ പക്കൽ ഇല്ലാതാനും. പക്ഷെ പറയുമ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവരെ ഒരു സുവിശേഷം ഏൽപ്പിച്ചിട്ടുള്ളതായിട്ടൊരു ദൂതൻ്റെ കാര്യമാണ് പറയുന്നത്. അതൊന്നും ഇപ്പോഴത്തെ പഠനമല്ലാത്തതുകൊണ്ട് അതൊക്കെ പിന്നീടൊരു വിഷയമാക്കി നമുക്ക് പഠിക്കേണ്ടി വന്നാലും ഇപ്പോൾ ഞാനതിനെ വിശദീകരിച്ച് പറയുന്നില്ല. ഇനി പറയട്ടെ, ഇസ്രായേലിന് ദൈവം ഇടപെടുന്ന ഒരു കാലമുണ്ട്. അത് മഹോദ്രവ കാലമാണ്. അന്ന് സഭ എവിടെയായിരിക്കുമെന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നില്ല. വെളിപ്പാട് പുസ്തകം
3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ലോകമെമ്പാടും വരുവാൻ പോകുന്ന ആ പരീക്ഷാഘട്ടത്തിൽ ഞാൻ നിന്നെ കാത്തുകൊള്ളും. ആരെ നോക്കി പറയുക? ഭൂമിയിലുള്ള സഭയെ നോക്കി പറയുക, അന്ന് ഞാൻ നിന്നെ കാത്തുകൊള്ളും. ഇനി അത്രയും മാത്രം ഞാൻ നടത്തുന്നു, കാരണം ഇതിനെക്കുറിച്ചുള്ള വിശദീകരിച്ചുള്ള പഠനം 5 എപ്പിസോഡുകളായി ഞാൻ നടത്തിയിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ മടങ്ങി വരട്ടെ. ഈ ഈ ഇസ്രായേലിനോട് ദൈവം ഇടപെടുന്ന ഈ കാലഘട്ടത്തിൽ, അതായത് രാജ്യത്തിൻ്റെ സുവിശേഷവും പ്രസംഗിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ 12,000 ആളുകളെ ദൈവം മുദ്ര ചെയ്ത് മാറ്റി നിർത്തുക. അവർ സ്ത്രീകളോടുകൂടി മലിനപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ, ആ മഹോദ്രവകാലങ്ങളിൽ വരുന്ന നിർബന്ധിത അവസ്ഥയിൽ ആരാധിക്കപ്പെടുവാനായി വരുന്ന മറ്റ് ദേവന്മാരെയോ മറ്റു പൂജാവസ്തുക്കളെയോ വെച്ചിട്ട് അവയെ വണങ്ങുവാനും നമസ്കരിക്കുവാൻ നിർബന്ധിക്കുമ്പോൾ അതിന് വഴങ്ങാതെ നിൽക്കുന്ന, അതിന് വിധേയപ്പെട്ടു പോകാതെ നിൽക്കുന്ന, അന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതിനെയാണ് 45-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവളുടെ തോഴിമാരായി അവരെ വിലയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നില്ല, വീഡിയോയുടെ ദൈർഘ്യം കൂടും. അതുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. അവരെ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരാണ്. ആ വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 ആളുകളെ രാജ്ഞിയുടെ തോഴിമാരായിട്ടും അവരെ കന്യകമാരായിട്ടും 45-ാം സങ്കീർത്തനം വളരെ വ്യക്തമായി പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തോഴിമാരായ കന്യകമാർ ഇസ്രായേൽ ഗണത്തിൽപ്പെട്ടവരാണെന്ന് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം വളരെ വ്യക്തമായി പറയുന്നു. ഓരോ ഗോത്രങ്ങളിൽ നിന്നും 12,000 പേരെ വീതം ഇസ്രായേലിൽ നിന്ന് എടുക്കപ്പെട്ട ഇവരെ പറയുന്ന പേരാണ്. അവർ തോഴിമാർ, അവരുടെ പ്രത്യേകതയാണ്, അവർ കന്യകമാർ. അർത്ഥം, സ്ത്രീകളോടുകൂടി മലിനപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിത അവസ്ഥയിൽ പോലും അവർ ആരാധിക്കപ്പെടുവാനായി അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി വയ്ക്കുന്ന പൂജാബിംബങ്ങളുടെ മുന്നിൽ വണങ്ങാതെ നിൽക്കുന്നവർ, സ്ത്രീകളോടുകൂടി മലിനപ്പെടാതെ നിൽക്കുന്നവർ, മറ്റുള്ള ഉപദേശങ്ങളിലേക്ക് പിടിക്കപ്പെടാതെ പോകുന്നവർ, സത്യദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്നവർ, അവരെയാണ് സ്ത്രീകളോടുകൂടി മലിനപ്പെടാത്തവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ 2 കൂട്ടരെ മാറ്റി നിർത്തിയിരിക്കുന്നു. ഒന്ന് രാജകുമാരികളായി മാറി അത് വീണ്ടും രാജ്ഞിയായി മാറുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ, ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടവർ. 2 അവരോട് ദൈവം ഇടപെടുന്ന കാലമായ മഹോദ്രവകാലത്ത് വരുന്ന വിശ്വസ്തയോടുകൂടി നിൽക്കുന്ന ആ 144,000 പേരെ തോഴിമാരും കന്യകമാരുമായി പറഞ്ഞിരിക്കുന്നു. 3-ാമത്തെ കൂട്ടരെപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഏത്? അടിസ്ഥാന വർഗമെന്ന് പറയാം, സ്ത്രീരത്നങ്ങൾ. അവരാണ് ഒടുവിൽ അവനെ കണ്ട് വിലപിച്ച് മാറത്തടിച്ച് വരുന്നവർ. അവർക്കുള്ള പദവി, ഈ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ വിവാഹം കഴിക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ട വിരുന്നുകാരായി അവർ നിൽക്കുമ്പോൾ ഈ പറയപ്പെടുന്ന 144,000 പേര് ഈ രാജ്ഞിയുടെ അല്ലെങ്കിൽ മണവാട്ടിയുടെ തോഴിമാരായി നിൽക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, 45-ാം സങ്കീർത്തനത്തിൽ ഇസ്രായേലിനെ സ്ത്രീരത്നങ്ങളായി വിശേഷിപ്പിക്കുമ്പോൾ അവർ 3 പദവികളിലേക്ക് തിരിയപ്പെടുന്നു. 1 ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയിലെ അംഗം, 2 അവരുടെ തോഴിമാർ. എന്നാൽ അടിസ്ഥാന വർഗം അവർ ക്ഷണിക്കപ്പെട്ട വിരുന്നുകാരായി നിൽക്കുന്നു. ഒരു കാരണവശാലും മണവാട്ടിയെ വിരുന്നുകാരായിട്ട് കൂട്ടത്തില്ല. വിരുന്നുകാർക്കൊരിക്കലും മണവാട്ടിയായി ഇരിക്കാനും കഴിയത്തില്ല. അപ്പോൾ ഈ മണവാട്ടി 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ആ ക്ഷണിക്കപ്പെട്ടവരാണ് അന്നവനെ കണ്ട് വിലപിച്ച് ദൈവത്തിലേക്ക് കടന്നു വരുന്ന ആ അബ്രഹാമിനോട് പറഞ്ഞല്ലോ, നിൻ്റെ സന്തതികളിൽ ഒന്നുപോലും നശിച്ചു പോകുകയില്ലെന്ന് പറഞ്ഞല്ലോ.
ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയുടെ ആ ഒരു പാക്കേജിൽ, അബ്രഹാമിനോടുള്ള വാഗ്ദത്തം എന്നുള്ള പാക്കേജിൽ ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് വരപ്പെടുന്നവരാണ് വിരുന്നുകാർ. യേശുവിനെ ക്രിസ്തുവായി സ്വീകരിച്ച് പുതിയ നിയമസഭയുടെ അംഗമായി തീർന്നവരുടെ മണവാട്ടി പിന്നീടത് ക്രിസ്തുവിൻ്റെ കാന്തയായി മാറുമ്പോൾ ഈ പറയപ്പെടുന്ന 144,000 പേര് തോഴിമാരായി മാറുന്നു. അതുകൊണ്ട് പറയുന്നു, വിവാഹം കഴിക്കാതെ സുവിശേഷ വേല ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന അവരൊന്നുമല്ല ഈ 144,000 പേര്. സൂര്യനെ അണിഞ്ഞ സ്ത്രീ പ്രസവിച്ച കുട്ടിയുമല്ല ഈ 144,000 പേര്. ഇപ്പോൾ 45-ാം സങ്കീർത്തനത്തിൽ നിന്ന് വെളിപ്പെട്ട വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ശ്രോതാക്കൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്നുള്ള ഉറപ്പോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ പുതിയൊരു വചന പഠനമായി നമുക്ക് കൂടി കാണാം. സർവശക്തൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.